ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻട്രോ മേക്കറിൽ വാട്ടർമാർക്ക് ഇല്ലാതെ, അതിൻ്റെ സൈഡിൽ കാണുന്ന ഇൻട്രോ മേക്കർ എന്നുള്ളത് ഇല്ലാതെ നമുക്ക് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നതാണ്. അപ്പോൾ നമ്മളിൽ പലരും യൂട്യൂബ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, യൂട്യൂബ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ അവർക്കൊക്കെ നല്ല ഇൻട്രോസ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല കിടുക്കാച്ച ഇൻട്രോസ് നമ്മുടെ ഇൻട്രോ മേക്കറിലും ക്യാൻവയിലും കിട്ടുന്നതാണ്. ആ രണ്ട് ആപ്പിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രോ മേക്കറിൽ നമ്മൾ അടിപൊളി ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഇൻട്രോ മേക്കർ എന്നുള്ളൊരു വാട്ടർമാർക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കതിൽ ചില ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പേ ചെയ്തിട്ട് വേണം ടെംപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതൊന്നുമില്ലാതെ ക്യാഷ് ഒന്നും കൊടുക്കാതെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ വാട്ടർമാർക്കും കളയാം, അതുപോലെ തന്നെ നമുക്കിതിൽ പെയ്ഡ് ആയിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റ്സും ഫ്രീ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണൽ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ താഴെ കമൻറ്റ് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മളത് മോഡായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോവുക, ഇൻട്രോ മേക്കർ മോഡ് എപ്പിക്കെന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു ഇത് കിട്ടും. അത് വന്നിട്ടുണ്ട്, ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആപ്പും ഇങ്ങനെ മോഡിൽ കിട്ടുന്നതാണ്, മോഡ് വേർഷനായിട്ട് ചില ആപ്പുകളൊക്കെ അങ്ങനെ കിട്ടുന്നതാണ്. പക്ഷേ ചില ആപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിന് ഹാംഫുൾ ആയിട്ടുള്ള കുറച്ച് ആപ്സുകളുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മോഡായിട്ട് കയറ്റരുത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോണിന് അത് വൈറസൊക്കെ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മുടെ ഇൻട്രോ മേക്കുന്ന മോഡ് വേർഷന് ഈ ഒരു ഡിവൈസ് ഹാംഫുൾ കോഷൻ വരുന്നില്ല. നല്ലൊരു അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ളൊരിതാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും മോഡ് വേർഷന് നമ്മൾ ഗൂഗിൾ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ആണ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ അതിനുശേഷം ഇൻട്രോ മേക്കർ APK 4.6.0 VIP അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഇതാണ് ഞാൻ എടുക്കുന്നത്. താഴെ കൊടുത്താണെങ്കിൽ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഫസ്റ്റത്തെയാണ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഫുൾ VIP അൺലോക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഏറ്റവും അടിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. ബട്ട് ചിലതൊക്കെ VIP ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫുൾ VIP അൺലോക്ക് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ കിട്ടും. അതിൽ 36 MB ആണ് അതിന് വരുന്നത്. അപ്പോൾ വലിയ MB ഒന്നുമില്ല, അതിൽ 32 M എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, നമുക്ക് നല്ല അടിപൊളി എഡിറ്റിംഗ് ആപ്സ്, ബോയ്സിന് പറ്റിയ ഗെയിമിങ്, അതുപോലെ തന്നെ ഫുട്ബോൾ എഡിറ്റിംഗ്, എല്ലാ തരത്തിലുള്ള ടെംപ്ലേറ്റ്സും നമ്മുടെ ക്യാൻവയിലും ഇൻട്രോ മേക്കറിൽ അവൈലബിൾ ആണ്. ഇൻട്രോ മേക്കറിൽ കുറച്ചുകൂടെ പവർ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്യാൻവയിൽ നല്ല ഗേൾസിനെ പറ്റിയ ആസ്തറ്റിക് ആയിട്ടും ക്യൂട്ടായിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതും വാട്ടർമാർക്ക് ഫ്രീ ആണ് കേട്ടോ അത്. അപ്പോൾ ക്യാൻവേ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാവുന്നതാണ്. താഴെ നമ്മുടെ ഡിവൈസിന് ഹാംഫുൾ ആണെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ ഡിവൈസിന് ഹാംഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ചില ആപ്സിനൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഞാനിതുവരെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സിനൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇൻട്രോ മേക്കർ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഭാഗം ചെറിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെങ്കിലും കാര്യം നടന്നു, നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇൻട്രോ മേക്കർ യൂസ് ചെയ്തപ്പോൾ അത് ഫസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് തന്നെ പോവുമായിരുന്നു. പിന്നെ ഞാൻ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്തപ്പോൾ പിന്നെ ശരിയായി. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഫോൺ ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് വന്നിരുന്നത്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ഫോണ് ഞാൻ ഫുള്ള് ബാക്ക് എഡിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എഡിറ്റ് ചെയ്തതല്ല, നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോൾ പിന്നെ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഇതിൽ ഔട്ട്ഡ്രോസ് ഉണ്ട്, ഇൻട്രോസ് ഉണ്ട്, എല്ലാ തരത്തിലുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കാരണം ചില ഇൻട്രോസ് ഒന്നും ലോഡ് ആവുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് വന്നോന്നൊക്കെ വരാം. ഒന്നില്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് ആപ്പിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. പല വിധത്തിലുള്ള മിസ്റ്റേക്ക് വന്നെന്ന് വരാം. അതൊക്കെ ഒന്ന് ഫോർഗീവ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡ് ആപ്പ് എടുത്തിട്ട് നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. അതിൽ വാട്ടർമാർക്ക് വരുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുക. കാരണം വാട്ടർമാർക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം മോഡല്ല, അതുകൊണ്ട് വാട്ടർമാർക്ക് വരാൻ വളരെ കുറവാണ്.
അപ്പോൾ വാട്ടർമാർക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, റീഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ശരിയായിരുന്നു വരും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.